ബോ ബോ ബോ. എടാ ഫ്രാങ്കിനെ, ഓടി വാടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേഗം വാ, വേഗം വാ. ഓ ഇതെന്തത്? ടോമി നമ്മളെ വിളിക്കണ്ടല്ലോ. മനുഷ്യനോട് വർക്കൗട്ട് ചെയ്യാനും സമ്മതിക്കില്ല. എടാ ടോമിയെ, എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ഫ്രാങ്കിനെ, അത് പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാ നിന്നോട് വരാൻ പറഞ്ഞേ. എന്താടാ, എന്താ പ്രശ്നം? ആരെങ്കിലും നിന്നെ തല്ലിയ? ഏയ്, എന്നെ ആരും തല്ലിയിട്ടില്ല. ഇതൊന്നുമല്ല. അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ ഒരു പുതിയ കാർ മേടിച്ചു, അതും ഒരു ഫെരാരിയുടെ SUV. ഞാൻ അവനോട് ഓടിക്കാൻ തരുമെന്ന് ചോദിച്ചു, പക്ഷെ അവന് ഓടിക്കാൻ തന്നില്ല. എനിക്ക് പിന്നെ ഭയങ്കര വിഷമായി. എൻ്റെ കയ്യിലാണെങ്കിൽ സ്വന്തമായിട്ട് കാറൊന്നുമില്ല, അവൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് കാറുണ്ട്. അത് ശരി, അതാണോ കാര്യം? അല്ല, നിന്നോട് ആരാ പറഞ്ഞേ നമ്മുടെ കയ്യിൽ കാറില്ലാന്ന്? ഇത് പിന്നെ എന്തുട്ടാ? നമ്മുടെ കയ്യിൽ ഇത്രയും നല്ല കാറുണ്ടല്ലോ. ഇത് പിന്നെ ലാൻഡ് റോവർ ഡിഫൻഡറാ. നൈസ് കാറാണ്. ഈ വണ്ടി അത്യാവശ്യത്തിന് ഓഫ് റോഡൊക്കെ പോവും. ഈ കാറിന് പിന്നെ 1.5 കോടി ഉണ്ട്. എന്നിട്ടാണോ നമ്മുടെ കയ്യിൽ കാറില്ലാന്ന് പറയണേ? ഇതൊക്കെ പോരെ? എടാ ഫ്രാങ്ക്ലിനെ, അത് നിന്റെ കാറാണ്. എൻ്റെ ഫ്രണ്ടിനെ അവന് സ്വന്തമായിട്ട് കാറുണ്ട്, അവൻ്റെ ഓണറിന് വേറെ കാറുണ്ട്. എനിക്ക് മാത്രം സ്വന്തമായിട്ട് കാറില്ല. ഇത് പിന്നെ ഡിഫൻഡറാ. ഈ കാറിന് 1.5 കോടി മാത്രമുള്ളൂ. അവന്റെ കയ്യില് ഫെരാരിയുടെ SUV ഇരിക്കണേ, അതിന് 5 കോടിയാണ്. 5 കോടി. ഓ അങ്ങനെയാണല്ലേ. ഫെറാറിക്ക് SUV ഉണ്ടോ? എനിക്കറിയില്ല ഏട്ടാ. ആ ചിലപ്പോൾ ഉണ്ടാവും. നിനക്കപ്പോൾ സ്വന്തമായിട്ട് കാറ് വേണം. അല്ല, നിനക്കതിന് കാറൊക്കെ ഓടിക്കാൻ അറിയോ? നിനക്കൊരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ല, അപ്പോഴാ കാറ്. ആ അത് ശരിയാണ്, എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല. ആ അതിപ്പോ കുഴപ്പമില്ല. എനിക്കൊരു കാർ മേടിച്ചായോ? ആ കാർ വേണമെങ്കിൽ നീ ഓടിച്ചോ, നീ എന്റെ ഡ്രൈവർ ആയിക്കോ. ഏ, ഞാൻ നിന്റെ ഡ്രൈവറാവേ? ശരി, നമുക്ക് നോക്കി നോക്കാം. നമുക്കേ നേരെ ഷോറൂമിലേക്ക് പോവാം. നീ തൽക്കാലം വണ്ടിയിൽ കയറ്. ഓക്കെ, ടോമി എങ്ങനെ വണ്ടിയിൽ കയറിയേക്കാ. ഇനിയിപ്പോൾ നമുക്കേ നേരെ ഷോറൂമിലേക്ക് പോവാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു ഷോറൂം ഉണ്ട്, അത് പിന്നെ ലംബോർഗിനിയുടെ ഷോറൂമാ. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. എടാ ടോമിയെ, നിനക്ക് ഏത് കാറാ വേണ്ടേ? എനിക്ക് മറ്റേ ലംബോർഗിനിയുടെ കാറിന് മതി. ലംബോർഗിനിയുടെ കാർ എനിക്ക് ഇഷ്ടാ. ലംബോർഗിനിക്ക് ഒരു SUV ഇല്ലേ, അതിന്റെ പേരെന്തായിരുന്നു? ലംബോർഗിനി ഉറാനസാ. ആ കാർ മതി. ലംബോർഗിനി ഉറാനസാ? അതേതാ കാറ്? ഉറൂസാണോ ഉദ്ദേശിച്ചേ? ആ അതെ അതെ, ലംബോർഗിനി ഉറൂസ്. ആ കാറാണ് എനിക്ക് വേണ്ടേ. ആ കാറ് മേടിച്ചു തരോ? ആണോ? എന്നാ ശരി, ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ഷോറൂമിലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ കാറ് മേടിക്കാം, ഇല്ലെങ്കിൽ വേറെ വല്ല കാറ് മേടിക്കാം, കുഴപ്പമില്ല. നമ്മളങ്ങനെ ലംബോർഗിനിയുടെ ഷോറൂമിൽ വന്നേക്കാ. ഇതാണ് ലംബോർഗിനിയുടെ ഷോറൂം. നമുക്കപ്പോൾ അകത്തേക്ക് കയറാം. അകത്ത് ഏതൊക്കെ കാറുള്ളതെന്ന് നമുക്ക് നോക്കി നോക്കാം. എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കൊരു പുതിയ കാറ് മേടിക്കാം. ഓ, ഇവിടെ ഇഷ്ടം പോലെ ലംബോർഗിനിയുടെ കാറുണ്ട് കേട്ടാ. ലംബോർഗിനിയുടെ എല്ലാ മോഡലും ഉണ്ട്. ഈ മഞ്ഞ കളർ കാറില്ലേ, ഇതാണ് ലംബോർഗിനി ഉറാനസ്. ഓ സോറി, ഉറൂസ്. അവൻ എന്നും കൂടി തെറ്റിച്ചോലോ. ഇവിടെ ഉറൂസ് ഇരിക്കുന്നുണ്ട്, ഹുരാക്കനുണ്ട്, വെന്നോയുണ്ട്. അപ്പുറത്ത് ടാർസോ ഉണ്ട് കേട്ടാ. അത് പക്ഷെ ഗോൾഡൻ കാറാ. എനിക്ക് ടാർസ് ഒന്നും വേണ്ട, എനിക്ക് ആ ഉറൂസ് മതി. ഉറൂസ്. ആടെ ടോമിയെ, സമ്മതിച്ചു. നമുക്ക് ഉറൂസ് മേടിക്കാം. ഇവിടെ ഷോറൂമിൽ ആരെങ്കിലും കാണാനില്ല, ആരെങ്കിലും വരട്ടെ, എന്നിട്ട് നമുക്ക് ആ കാറ് പർച്ചേസ് ചെയ്യാം. Meanwhile, ഹലോ സാറേ, അതെ, ഈ ഷോറൂമിൽ പട്ടികൾക്ക് കയറാൻ പ്രവേശനമില്ല. പട്ടികൾക്ക് കയറാൻ പ്രവേശനമില്ലെന്നാ? അതെ, ഒരു കാര്യം പറയാം. ഈ പട്ടിയാണ് ഇവിടുത്തെ കസ്റ്റമർ. ഈ പട്ടിക്കാണ് ഞാൻ കാറ് വാങ്ങിച്ചു കൊടുക്കണേ. പട്ടിക്ക് കാറാ? അതും ലംബോർഗിനിയാ? ഈ പട്ടിക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? ഈ പട്ടിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ഞാൻ പക്ഷേ ഡ്രൈവർ ആയിക്കോളാം. അതെ, ഒരു കാര്യം പറയാം. ഡോണ്ട് കോൾ ഹിം പട്ടി, കോൾ ഹിം ടോമി. ഓ സോറി. ടോമി സാറിന് ഏത് വണ്ടിയാണ് വേണ്ടേ? ഇതിൽ ഏത് വണ്ടി ഇഷ്ടമായേ? ടോമിക്ക് ആ കാണുന്ന ലംബോർഗിനി ഉറൂസില്ലേ, അതാണ് ഇഷ്ടമായേ. ഇതിന് എത്ര റേറ്റ് ഒക്കെ വരണേ? ഈ കാറിന് ആക്ച്വലി അധികം റേറ്റ് ഒന്നുമില്ല, ആകെ 4 കോടി മാത്രമുള്ളൂ. നിങ്ങളുടെ കയ്യിൽ 4 കോടി ഉണ്ടോ? 4 കോടിയാ? അതിച്ചിരി അധികമല്ലേ? ആ, 4 കോടി ഇച്ചിരി അധികമാണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരാം. ഈ കാറ് 3 കോടിക്ക് തരാം. പക്ഷേ ഒരു ചെറിയ കണ്ടീഷൻ. ഈ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്കും സബും ചെയ്യണം.
അങ്ങനെയാണെങ്കിൽ ഈ കാറ് 3 കോടിക്ക് തരാം. എന്തു പറയണോ? ആണോ? എന്നാ ശരി. ഗൈസ്, ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ചേട്ടാ, ലൈക്കും സബും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡിസ്കൗണ്ട് തന്നേക്ക്. ആ സാറേ, ഞാൻ ഡിസ്കൗണ്ട് തരാം. ഈ കാറ് നിങ്ങൾക്ക് 3 കോടിക്ക് സ്വന്താക്കാം. പേയ്മെന്റ് എങ്ങനെയാണ്? ക്യാഷ് ആണോ, കാർഡാണോ, ജി പേ ആണോ? ക്യാഷ് ഞാൻ കൈപ്പിടിച്ചില്ല. ഞാനിപ്പോൾ തൽക്കാലം ഗൂഗിൾ പേ ചെയ്യാം. A few moments later. ഓക്കെ, നമ്മളങ്ങനെ ഈ കാറൊക്കെ പർച്ചേസ് ചെയ്തുട്ടാ. എടാ ടോമിയെ, വന്ന് വണ്ടിയിൽ കയറ്. എടാ ഫ്രാങ്കിനെ, അതെ ഈ കാർ എനിക്ക് ഇഷ്ടായിട്ടാ. നൈസ് കാറാ, ഒരു രക്ഷയില്ല. ഈ കാർ പിന്നെ നല്ല സ്പീഡിലൊക്കെ പോവും. അതെ, നമുക്ക് ഈ കാറില്ലേ അതൊന്നും മോഡിഫൈ ചെയ്താലോ? എന്തു പറയണോ? മോഡിഫൈ ചെയ്യാനാ? എന്തിന്? ഈ കാറിനിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ വണ്ടിക്ക് അത്യാവശ്യം സ്പീഡും ഉണ്ട്. പിന്നെന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിലേ നമുക്ക് ഈ വണ്ടിയുടെ അലോയ്സ് ഒക്കെ മാറ്റാം. വലിയ സൈസ് അലോയ്സ് വെക്കാം. പിന്നെ ഈ വണ്ടിയുടെ കളർ മാറ്റാം. ഈ മഞ്ഞ കളർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. നമുക്ക് ചുവപ്പ് കളറാക്കാം. അതായിരിക്കും നല്ലത്. ആണോ? എന്നാ ശരി, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. നമുക്കപ്പോൾ ഈ വണ്ടിയില്ലേ അത് പെടായിട്ട് മോഡിഫൈ ചെയ്യാം. ഇവിടെ പിന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടാ. ഇതാണ് ആ വർക്ക്ഷോപ്പ്. ഞാൻ ഇവിടെ നിന്നാണ് വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യാറ്. നമുക്കപ്പോൾ ഈ ലംബോർഗിനി ഉറൂസില്ലേ അത് പെടായിട്ട് മോഡിഫൈ ചെയ്യാം. 2 hours later. ഓക്കെ ഗൈസ്, നമ്മളെങ്ങനെ ഈ വണ്ടിയില്ലേ അത് പെടായിട്ട് മോഡിഫൈ ചെയ്തുട്ടാ. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഈ വണ്ടിയിൽ വലിയ സൈസ് അലോയ്സ് വെച്ചേക്കാ. പിന്നെ ഈ വണ്ടിയുടെ കളർ മാറ്റി, ഇപ്പോൾ റെഡ് കളറാക്കി. ഇപ്പോഴാണ് വണ്ടിക്ക് ലുക്ക് വന്നേട്ടാ. ഇപ്പം നമ്മുടെ വണ്ടി കാണാൻ നൈസായിട്ടുണ്ട്. എടാ ടോമിയെ, എങ്ങനെയുണ്ട്? ഇഷ്ടായാ? ബോ ബോ ബോ, ആടെ ഫ്രാങ്കിനെ, ഇപ്പൊ ഈ കാർ കാണാനേ നൈസായിണ്ട്. ഒരു രക്ഷയില്ല. എനിക്ക് ഈ കാർ ഇഷ്ടായി. ഇനിയിപ്പോ എങ്ങോട്ടേക്ക് പോണേ? വീട്ടിലേക്കാണോ? വീട്ടിലേക്ക് പോണ്ട, നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. വേറെ എങ്ങോട്ടേക്കാ കറങ്ങാൻ പോവാ? ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഫുർഫുറി നഗറിൽ പോവാം. അവിടെ പോയിട്ടേ മോട്ടു പട്ലോനെ കാണാം. ഇതാണ് ഫുർഫുറി നഗറിൽ പോകാനുള്ള വഴി. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.